ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണുക. എണ്ണാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതികളും അങ്ങനെ തന്നെയാകും. അബ്രാം ദൈവത്തെ വിശ്വസിച്ചു. ആ വിശ്വാസത്തെ ദൈവം അവന് നീതിയായി കണക്കാക്കി. പുതിയ നിയമത്തിൽ നാം പലപ്പോഴും അബ്രാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് വായിക്കാറുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അബ്രാമിന്റേതുപോലുള്ള വിശ്വാസമുണ്ടായിരിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. കുട്ടികളുണ്ടാകുമെന്ന പ്രതീക്ഷയില്ലാതിരുന്നപ്പോൾ അബ്രാഹം പ്രത്യാശയിൽ വിശ്വസിച്ചു. നിന്റെ സന്തതികൾ എണ്ണപ്പെടും, അവൻ അനേകം ജനതകളുടെ പിതാവായി. ഏകദേശം 100 വയസ്സുള്ളതിനാൽ തനിക്ക് കുട്ടികളുണ്ടാകാനുള്ള പ്രായം കഴിഞ്ഞുവെന്ന് അബ്രാഹമിന് നന്നായി അറിയാമായിരുന്നു. സാറായിക്ക് കുട്ടികളെ പ്രസവിക്കാൻ കഴിയില്ലെന്നും അവൻ അറിയാമായിരുന്നു. പക്ഷേ അവന്റെ വിശ്വാസം ദുർബലമായില്ല. ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റുന്നതിനായി അവൻ കാത്തിരുന്നു. അവിശ്വാസത്തിൽ പതറാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ദൈവം വാഗ്ദാനം ചെയ്തത് നിറവേറ്റാൻ കഴിയുമെന്ന് അവന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. അതിനാൽ അവന്റെ വിശ്വാസം അവന് നീതിയായി കണക്കാക്കപ്പെട്ടു. എന്നാൽ എഴുതിയിരിക്കുന്നത് അവനുവേണ്ടി മാത്രമല്ല, നമുക്കുവേണ്ടിയും എഴുതിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസം ദൈവം മുൻപാകെ നീതീകരണമായി അംഗീകരിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ഇത് സംഭവിക്കും. നമ്മുടെ പാപങ്ങൾക്കുവേണ്ടി മരിക്കാൻ അവൻ ഏൽപ്പിക്കപ്പെട്ടു. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെട്ടു. 10 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാതെ സാറായി അബ്രാമിനോട് തന്റെ ദാസിയെ 2ാം ഭാര്യയായി സ്വീകരിക്കാൻ പറയുന്നു. 86 വയസ്സുള്ളപ്പോൾ ഹാഗാർ ഇസ്മയേലിനെ പ്രസവിക്കുന്നു. ഇസ്മയേലാണ് വാഗ്ദത്തപുത്രനെന്ന് അബ്രാം അനുമാനിക്കുന്നു. എന്നാൽ 13 വർഷം കഴിഞ്ഞ് സാറായി വാഗ്ദത്തപുത്രനെ പ്രസവിക്കുമെന്ന് ദൈവം വിശദീകരിക്കുന്നു. അബ്രാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കെന്തു പഠിക്കാം? ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട്?